വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തിൽ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ രാവിലെയും ഉച്ചക്കൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോളറോയിഡ്സ് ആണ്. എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് തന്നെ ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. സോ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. കാരണം രാവിലെ തൊട്ട് ഇതുവരെ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഓരോ പണിയും അങ്ങനെ തിരക്കേനു. ഇപ്പോഴാണ് ഒന്ന് ശരിക്കും ഫ്രീ ആയത്. അങ്ങനെ ഞാൻ പിന്നെ പുറത്ത് പോയി നോക്കിയപ്പം ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഉച്ചക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ തോർന്ന് വരികയാണ്. പിന്നെ അതാ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേനായിട്ട് കടിയായിട്ട് പഴം വാട്ടിയതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ബട്ടറിലാണ് കേട്ടോ ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. അധികവും സാധാരണ എല്ലാവരും നെയ്യിലാണ് ചെയ്യലുള്ളത്. പക്ഷേ എനിക്കൊന്നും കൂടെ ആ നെയ്യിൻ്റെ ടേസ്റ്റിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ബട്ടറിലാക്കണതാണ് കേട്ടോ. അങ്ങനെ അതൊരു സൈഡായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഇത് കൂടുതൽ സമയം കുക്ക് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ. ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് നല്ലോണം മുരിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അധികം തീ കൂട്ടി വെച്ചിട്ട് അങ്ങനെ വേഗം ചെയ്യലാണ്. അങ്ങനെ എൻ്റേത് അവിടെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അമ്ലൂനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഓന് ഇങ്ങനെ ഇതൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനക്ക് അങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം പിന്നെ ഞാനിതാ ഒരു കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അധികം പാൽപ്പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കോഫി ഉണ്ടാക്കലുള്ളത്. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് തോന്നി. പിന്നെ പാൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ പാൽപ്പൊടി ആകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ എളുപ്പമാണ്. അങ്ങനെ കോഫി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് തീരെ സ്ട്രോങ് അല്ലേ, ഭയങ്കര ലേറ്റ് ആയിട്ടുള്ള പോലെ. അപ്പോൾ ഞാൻ കുറച്ചധികം കോഫി പൗഡർ പിന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ അത്യാവശ്യം കയ്പുള്ള കോഫിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ പഞ്ചസാര കുറച്ചും കോഫി പൗഡർ കൂടുതലുമാണ് ഞാൻ ഇടലുള്ളത്. അങ്ങനെ ഇൻ്റെത് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കി വീട്ടിലുള്ളവർക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കോഫി. ഞാൻ തന്നെയാണ് ഇവിടെ അധികം കുടിക്കലുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു വേണമെന്ന് പറയലുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കടുപ്പും കൂടിയതായതുകൊണ്ട് തന്നെ അവർക്ക് അത്ര പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് കുറച്ചധികം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവർക്ക് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റൂമിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പുറത്ത് ചെറുതായിട്ട് പെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ റൂമിൽ വെളിച്ചം തീരല്ലായിരുന്നു, നല്ല ഇരുട്ടായ പോലെ. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ കുടിക്കുകയാണ്. കാരണം വീഡിയോ എടുക്കണോണ്ട് അത്യാവശ്യം വെളിച്ചം വേണമല്ലോ. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇൻസ്റ്റയിലും എന്തൊക്കെയോ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുക, റീൽസ് കണ്ട് അങ്ങനെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് പോളറോയിഡ്സ് രാവിലെ തുടങ്ങിയതാണ് ടൈം ഇരിക്കാൻ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കണത്. പിന്നെ ഇത് ഞാനിപ്പം റിംഗ് ആൽബം ഓഫർ പ്രൈസിനാണ് സെയിൽ ചെയ്യണത്. 17 ഫോട്ടോസും ഒരു കവർ പേജും കൂടെ 99 രൂപയാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആവും. അപ്പോൾ അതിൻ്റെ റീൽ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഞാൻ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും എല്ലാം ഞാൻ തന്നെ കഴുകി ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ പോവലുള്ളത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നല്ലോണം കേൾക്കും. പിന്നെ അതെന്നെ പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കാനുള്ള ചാൻസ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെ പോലുള്ളത്. പിന്നെ തിരിച്ച് റൂമിൽ വന്നപ്പോൾ ആ സെയിം അവസ്ഥ തന്നെ കേട്ടോ. അതായത് ഫുള്ള് ഇരുട്ട് തന്നെയാണ്. 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഈ ഡേ ലൈറ്റിൽ ഇരുട്ടാവണത്. എന്തായാലും ഞാൻ പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ എൻ്റെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോളറോയിഡ്സ് റാപ്പ് ചെയ്യണം, പാക്ക് ചെയ്യണം, അത്ര തന്നെ ചെയ്യാനുള്ളൂ.
ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഷീറ്റ്സ് അതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ആരതാണ് എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണത് ആരതാണ് ഇത് ഓരോന്നും എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുമുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്ത ആ ഒരു ഷീറ്റും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇങ്ങനെ പേരെഴുതി വെക്കുക ചെയ്യണത്. അതിൻ്റെ ശേഷമേ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുള്ളൂ. ഇത് ഞാൻ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യണ സമയത്ത് ഓരോ ഷീറ്റും ആ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ ഒരു ഷീറ്റിൻ്റെ നമ്പർ എഴുതിയിട്ട് കസ്റ്റമറിൻ്റെ പേര് എൻ്റെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കലുള്ളത്. അത് കഴിഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വന്നാൽ ആരതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഓരോരുത്തരുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് മാർക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പേരെഴുതിയിട്ട് ഒട്ടിച്ച് കൊടുക്കലുള്ളത്. കാരണം ഇതിൽ ഓൾറെഡി ആ ഒരു ഗ്ലൂ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ എളുപ്പമാണ്, പാറി പോകുന്നില്ല. പിന്നെ ചെറിയ സൈസും അല്ലേ, അപ്പോൾ ഇതാണ് എനിക്ക് സൗകര്യം. പിന്നെ ചെറിയ ഗ്ലൂവേ ഉള്ളൂ കേട്ടോ, നല്ല സ്ട്രോങ് അല്ല, അതുകൊണ്ട് തന്നെ തിരിച്ച് പറിച്ചെടുക്കാനും എളുപ്പമാണ്. അപ്പം അങ്ങനെ ഞാൻ ഓരോന്നും ഫോണിൽ നോക്കിയിട്ട് ഓലെ പേര് കസ്റ്റമറിൻ്റെ പേര് എഴുതിയിട്ട് അങ്ങനെ ഓരോന്നിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് തന്നെ 3 സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം അഡ്രസ്സാണ് കേട്ടോ, പക്ഷേ 3ഉം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് സെയിം അഡ്രസ്സിൽ കൊറിയർ അയക്കണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലൊന്നും ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടില്ല. അത് ഇവിടെ എത്തി ഈ സമയത്താണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പോൾ പേര് ചെക്ക് ചെയ്ത് എഴുതി നോക്കുമ്പോഴാണ് ഈ സന്ധ്യ എന്നുള്ള പേരിൽ 3 എണ്ണം വേണം, 2 എണ്ണം ഉള്ളൂ. അപ്പോൾ കുറേ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടില്ല, വിട്ടുപോയിട്ടുണ്ടെന്ന്. പിന്നെ വേറെ വഴിയില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്തായാലും ഇനി പിന്നെ പ്രിൻ്റ് ചെയ്തിട്ട് കൊറിയർ അയക്കാം, ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടും മാത്രം ഇങ്ങനെ ആ ഒരു ഓർഗനൈസറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, അതായത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നായിരിക്കും എൻ്റെ ഒരു ഓർമ്മ, പക്ഷേ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അവിടുന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങനെ ഒരുമിച്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെക്ക് ചെയ്യൂല. പിന്നെ വീട്ടിലെത്തി ഇങ്ങനെ കസ്റ്റമറിൻ്റെ പേരും ഒക്കെ നോക്കി പാക്ക് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ നേരത്തൊക്കെയാണ് കേട്ടോ അത് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുക. ഇനി ഞാൻ ബാക്കി പോളറോയിഡ്സ് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ എക്സ്ട്രാ ഒരു പോളറോയിഡിനുള്ള സ്പേസ് ഉണ്ടാവും, അപ്പോൾ അവിടെ ഞാൻ എനിക്ക് എന്തെങ്കിലും കോഡ്സൊക്കെയാണ് പ്രിൻ്റ് ചെയ്യലുള്ളത്. ഈ ഒരു കോട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതിൽ പറയണത് ഡു ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ് എന്നാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യം ഫസ്റ്റ് ചെയ്യാം. ഞാൻ മുന്നേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തു എന്നുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ഓരോ സെറ്റ് പോളറോയിഡ്സും ഇതേപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു പേരെഴുതിയിട്ടുള്ള സ്റ്റിക്കർ അയിമത്തന്നെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ലേബൽ. അതല്ലെങ്കിൽ മാറിപ്പോവും, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരതാണ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല, കാരണം കാണാനും ഒരേപോലെയാണ്, സൈസും ഏകദേശം ഒരേപോലെയല്ലേ. പിന്നെ ഞാൻ റാപ്പ് ചെയ്യണതും ഓൾമോസ്റ്റ് ഒരേപോലെയുള്ള റാപ്പിംഗ് ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആരതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഓരോന്നും പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലാബിൽ ഞാൻ അപ്പം തന്നെ അതിന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ 4ഉം ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഏകദേശം മഗ്‌രിബിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കേർട്ടൺസൊക്കെ നീക്കി, പിന്നെ എൻ്റെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ റൂമിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ബോട്ടിലിൽ വെള്ളം ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പകുതിയാക്കി ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ഇന്ന് രാത്രി അധികം കുടിക്കൂല എന്നുണ്ടെങ്കിലും നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കും, അപ്പോൾ അത് ഈ കുപ്പിയിൽ നിന്ന് തന്നെയാണ് കുടിക്കലുള്ളത്. സോ രാത്രി ഞാനിങ്ങനെ പകുതിയോ കുറച്ചൊക്കെ ആക്കി വെക്കലുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി തന്നെ ചെയ്യാണ്. ഇനി ഞാൻ ഓരോന്നും ബബിൾ റാപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്യണത്. അപ്പോൾ നേരത്തെ ചെയ്ത ഒരു സെയിം പ്രോസസ്സ് തന്നെ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു
പേരെഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും, എന്നിട്ട് അടുത്തത് പാക്ക് ചെയ്യും. അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഓരോന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് ബബിൾ റാപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്ത് അത് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് ചെയ്താൽ പോരേ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഓരോന്ന് ചെയ്യണതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം തീരുക ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, എന്നാൽ പെട്ടെന്ന് തീരും ചെയ്യും. സമയം കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ബബിൾ റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ആണ് കേട്ടോ അഡ്രസ്സ് എഴുതണത്. ഇനി അഡ്രസ്സ് എഴുതി കഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ മറ്റേ ഫൈനലായിട്ടുള്ള പാക്കിങ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് നേരെ അഡ്രസ്സും കൂടെ ഒട്ടിക്കാമല്ലോ. ഇപ്പോൾ എനിക്ക് മിനി പോളറോയിഡ്സിന് അഡ്രസ്സ് എഴുതുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ചെറിയ പാക്കേജ് അല്ലേ, ഞാനിപ്പോൾ ബോക്സും കൂടെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഒന്നുകൂടി ചെറുതാവും. അപ്പോൾ അതിൽ കൊള്ളുന്ന രീതിക്ക് വേണം അഡ്രസ്സ് എഴുതാൻ. പിന്നെ അതിൻ്റെ പുറമെ ഓരോ ബാർകോഡും കൂടെ സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സ്പേസും വേണം. എല്ലാം കൂടെ ആയിട്ട് കുഞ്ഞതാക്കിയിട്ടാണ് കേട്ടോ എഴുതുക. ചില കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ വലിയ അഡ്രസ്സ് കാരം അയച്ചുതരാം, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതാക്കി എഴുതിയിട്ട് തന്നെയാണ് പിന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കലുള്ളത്. അങ്ങനെ അഡ്രസ്സ് എഴുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള പാക്കിങ് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബബിൾ റാപ്പർ കൊടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് എങ്ങനെ ആഡ് ചെയ്യണമെന്നുള്ളൂ. കാരണം മിനി പോളറോയിഡ്സ് അല്ലേ, അപ്പോൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഡാമേജ് ആവുമൊന്നുമില്ല. ഇനി ഇപ്പോൾ ഇതിന്മേൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോണത് ഈ ഒരു ബാർകോഡാണ്. ഇത് എന്താണെന്നുള്ളത് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യ പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റിൽ അയക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് പ്രോഡക്റ്റിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യാനുള്ള ബാർകോഡാണ്. ഇത് നമ്മൾ ഒട്ടിക്കണമെന്ന് നിർബന്ധമല്ല, നമ്മൾ ഒട്ടിച്ചിട്ടില്ലെങ്കിലും ഒരു ഒട്ടിക്കും. ഞാനിപ്പം ഇടയ്ക്ക് ഇങ്ങനെ ബൾക്ക് ഓർഡറൊക്കെ അയക്കണതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നോട് ഒരു പറഞ്ഞതാണ്, എന്നാൽ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഷീറ്റ് വാങ്ങിയിട്ട് ഞാൻ തന്നെ ഒട്ടിച്ച് കൊടുക്കലാണ്. പിന്നെ ഇതാവുമ്പോൾ എനിക്ക് അഡ്രസ്സ് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഒട്ടിച്ചിട്ട് പിന്നെ ഫുള്ളായിട്ടും ടേപ്പ് വെച്ച് കവർ ചെയ്യാമല്ലോ. അങ്ങനെ ഇതാ ഓരോന്നും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്രൗൺ ഷീറ്റ് യൂസ് ചെയ്ത് കവർ ചെയ്തതിന് ശേഷം പിന്നെ അഡ്രസ്സും ബാർകോഡും കൂടെ ഒട്ടിച്ചിട്ട് വീണ്ടും ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് തന്നെ 2 സെറ്റ് പോളറോയിഡ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ടോട്ടൽ 3 പാക്കേജ് കാണുന്നത്. അല്ലെങ്കിൽ 4 പാക്കേജ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. ഇന്നിതാ ചോറൊന്നല്ല കേട്ടോ, ഗോതമ്പാണ് കഴിക്കണത്. ഇടയ്ക്ക് അതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, എന്നാലും ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നോക്കലുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇതാ ഡെസ്കിലുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ പാക്ക് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതേപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുമുണ്ട്. പിന്നെ അങ്ങനെ കുറേ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴേ കാരണം ഈ പേപ്പർ പീസൊക്കെ കൂടുതലുണ്ടാവുക. ഇത് പിന്നെ പാക്ക് ചെയ്യാൻ കറക്റ്റ് അളവിലുള്ള പേപ്പറല്ലേ കട്ട് ചെയ്യുള്ളൂ, അപ്പോൾ അങ്ങനെ അധികം വേസ്റ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഡെസ്കും കൂടെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇന്നൊന്നുമില്ല, ഇനിയിപ്പോൾ നാളെ എനിക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് കൊറിയർ ചെയ്താൽ മതി, വേറെ പാക്ക് ചെയ്യാനൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉറങ്ങണ വരെ ബുക്ക് വായിക്കാമെന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അങ്ങനെ സമയം കിട്ടലില്ല ബുക്ക് വായിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് ബുക്കൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കണം ഈ ദാറ്റ് ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.